എൻ്റെ ദൈവമേ, ഞാനത് കാണിച്ചു തരാം. നമ്മളെ ഒരു കോലെൻ്റെ തലക്കിട്ട് കുത്തിയത് കണ്ണിൽ കുത്താത്ത ഭാഗിട്ടോ. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയേ കായ്സപ്പം. ഇത് കുഞ്ഞൊരു മുന്തിരിക്കോലയൊന്നും അല്ല, ഇതാണ് നമ്മുടെ ചോരക്കുരു. അപ്പം പണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ഈ കുരു ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നു പോകുമ്പം ഒരു ചാണാക്കുഴി ഉണ്ട്. അപ്പം അവിടെ ഒരു വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ആ റോഡ് സൈഡിലാണേ. അപ്പോൾ അവിടെ ഒരുപാട് ഈ ചെടി വളർന്ന് നിൽക്കുന്ന കണ്ടിട്ട് നമ്മൾ പറിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് വെറുതെ ഇവിടേക്ക് ഇട്ട് തന്നെ മുളച്ചതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ശരിക്കും ബ്ലഡ് പോലെ ഇല്ലേ, നോക്കിക്കേ, ചോര മാറി നിൽക്കും, അതേപോലെ ഒറിജിനാലിറ്റി ആണ് കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ് കാണാൻ. അപ്പം ഞാനിത് പറിച്ച് പൊട്ടിച്ച് മേത്തൊക്കെ മുറിവ് ഉണ്ടാവും, മുറിവിൻ്റെ പാടൊക്കെ ഉണ്ടാവില്ലേ, അവിടെ തേച്ചിട്ട് മമ്മേനെയും വാവാറ്റേനെയൊക്കെ ഞാൻ പറ്റിക്കും. പൊട്ടന്മാരൊക്കെ ഞെട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതിന് ശരിക്കും ചോരേൻ്റെ പോലത്തെ ഒരു മണം ഇതിനുണ്ട് കേട്ടോ. അതാണ് വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഒരു പച്ചമണം പോലത്തെ മണം, പെട്ടെന്ന് മണക്കുമ്പോൾ നമുക്ക് ചോര പോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ അത് ഇവന്മാർ 3 പേരും വന്നിട്ടുണ്ട് പുറകെ, മറ്റവരൊക്കെ എങ്ങോട്ടോ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ ഈ ചെടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് കുഞ്ഞു കുഞ്ഞു വെള്ളപ്പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ ഈ ചെടി വളർന്ന് വന്ന്, അതായത് മൂക്കുമ്പോഴാണ് ഇതിന് റെഡ് കളർ വരിക, അല്ലാത്തപ്പം അതിന് ഗ്രീൻ കളറാണ്. അപ്പോൾ ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സീനാണ് ഗായ്സ്. അപ്പം മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ഈ എന്താ പറയുക, ഇതിൻ്റെ ഈ റെഡ് കായ്കൾ നമുക്കിവിടെ പാകിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാകുമേ. അപ്പോൾ കണ്ണപ്പനും കുഞ്ഞും മണിക്കുട്ടിയൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണപ്പനെ പിടിച്ച് കുറേ ഉമ്മയൊക്കെ ഞാൻ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാ പറയുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ശരിക്കും റെഡ് മുന്തിരിക്കൊല പോലെ തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അത് കാണാനും നല്ല ഭംഗിയാണ്. ഇത് ഇത്രയും മാത്രമല്ല, ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുക. അപ്പോൾ ഇനി ഒരുപാട് ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ.